ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ വാട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയുള്ളി 4-5 എണ്ണം, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരകിയതും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ലോണം ക്രഷായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചതച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർക്കുകയാണ്. ഇത് ഞാൻ കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് കുഴഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ കല്ലിൽ ചെയ്തത്. നിങ്ങൾക്ക് കല്ലില്ലെങ്കിൽ മിക്സി ഉപയോഗിക്കാം. മിക്സി ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് വേണം ക്രഷ് ചെയ്യാൻ. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഉരുളയാക്കിയിട്ട് അതൊന്ന് പരത്തിയെടുക്കുവാണ്. ചെറിയ വലിപ്പത്തിലുള്ള വടകളായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു വലിപ്പമാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചെമ്മീൻ വേവിക്കാതെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേവാനും ഫ്രൈ ആയി കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് ഈ ഒരു സൈസിൽ വളരെ തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് അതേപോലെ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമ്മളെല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഉള്ളൊക്കെ ഒന്ന് വേവാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ 2 വശം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ 2 വശം നല്ലോണം ബ്രൗൺ കളറിൽ വറുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചെമ്മീൻ വടയല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.